വി.ഡി. സതീശൻ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടോ എന്നറിയില്ല. കാരണം സതീശൻ പറഞ്ഞിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പം പഴയ മതവാദമൊന്നുമില്ല, മതരാഷ്ട്രവാദമൊന്നുമില്ല, അവർ ഒരുപാട് മാറിക്കഴിഞ്ഞു എന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചോദിച്ചപ്പോഴും ഒന്നും മിണ്ടാൻ തയ്യാറായിട്ടില്ല. കാരണം ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ UDF ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് സന്ധി ചേർന്ന് അല്ലെങ്കിൽ സഖ്യം ചേർന്ന് മുന്നോട്ട് പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ സതീശൻ അങ്ങ് മാറ്റിക്കളിയ വിഷയങ്ങളൊക്കെ. അല്ലെങ്കിൽ സതീശൻ പറയും CPM അങ്ങനെയല്ലായിരുന്നോ, 42 കൊല്ലം CPMൻ്റെ കൂടിയല്ലായിരുന്നോ. അതൊക്കെ CPM അങ്ങനെ ആയിരിക്കാം, CPM ആണ് ജമാഅത്ത് ഇസ്ലാമിയെ വളർത്തിയത്, ഒരു സംശയമില്ല. കേരളത്തിൽ ഈ രീതിയിൽ ഒരു വിസിബിലിറ്റി ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ടാക്കി കൊടുത്തത് CPM ആണ്. പക്ഷേ സതീശൻ അതേപോലത്തെ പരിപാടി ചെയ്തിട്ട് പിന്നെ വലിയ മതേതരത്വം നമ്മളെ വന്ന് പഠിപ്പിക്കുമ്പോഴുള്ള ഒരു വൈരുദ്ധ്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തായാലും ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ സൈദ്ധാന്തികനാണ്, ഷൂറ കൗൺസിൽ അംഗമാണ്, പ്രമുഖനായുള്ള ജമാഅത്ത് ഇസ്ലാമി നേതാവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കാന്തപുരം പറഞ്ഞിരുന്നു മാധ്യമങ്ങളോട്, അതായത് ജമാഅത്ത് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കാൻ നടക്കുന്നവരാണ്, അവരുടെ നിലപാട് മാറിയെന്ന് തോന്നുന്നില്ല എന്നാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്. എന്തായാലും അതിന് മറുപടി ആയിട്ടാണ് ഫേസ്ബുക്കിൽ 2 ദിവസം മുമ്പാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സത്യവിശ്വാസികൾക്ക് ഒരിക്കലും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ തള്ളിപ്പറയാൻ സാധിക്കില്ല. അതായത് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസികൾക്ക് അല്ലെങ്കിൽ മുസ്ലിം മത വിശ്വാസികൾക്ക് ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ ഒരിക്കലും തള്ളിപ്പറയാൻ സാധിക്കില്ല എന്ന് കാന്തപുരത്തെ ഒന്ന് കൊട്ടുന്ന രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ജമാഅത്ത് ഇസ്ലാമി. മൗലാന മൗദൂദി പറഞ്ഞതും ഇത് തന്നെയാണ്, ഹുക്കുമത്തെ ഇലാഹി തന്നെയാണ് മൗദൂദി മുന്നോട്ട് വെച്ച ആശയം. ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് മൗദൂദിയുടെ പ്രധാനപ്പെട്ട ആശയം. അതായത് ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞതും മൗദൂദിയുടെ അതേ കാര്യങ്ങൾ തന്നെയാണ്. മൗദൂദി പറഞ്ഞത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാകണമെന്നില്ല ആ ഒരു രാഷ്ട്രം ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറാൻ എന്നാണ്. ഇസ്ലാം ഒരു വേ ഓഫ് ലൈഫാണ്, അതൊരു റിലിജൻ മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ ഫോമാണെന്നൊക്കെയാണ് മൗദൂദി പറഞ്ഞത്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും അതായത് ഇസ്ലാമിൻ്റെ ചരിത്രവും പ്രവാചകനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് 15% മാത്രം മുസ്ലിങ്ങൾ ഉള്ളപ്പോഴാണ് പ്രവാചകൻ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചതെന്നൊക്കെയാണ് ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം അല്ലെങ്കിലും ഇവിടെ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് വരാനുള്ള സാഹചര്യമുണ്ട് അല്ലെങ്കിൽ സാധ്യത ഉണ്ടെന്നാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ ഏറ്റവും പ്രമുഖനായ നേതാക്കളിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് സതീശൻ കണ്ടിട്ടില്ല. സതീശൻ ഇത് ആരെങ്കിലും അറിയിക്കുമെന്നാണ് അറിയേണ്ടത്. കാരണം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നൻ ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് വി.ഡി. സതീശന് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ വളരെ ഉചിതമായിരിക്കും. അപ്പോൾ ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. എത്ര ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദവും അവരുടെ വർഗീയ അജണ്ടയൊക്കെ പുറത്തു വരും. ഇന്നിപ്പോൾ UDFൻ്റെ അവസ്ഥ ഈ നിലയിലേക്ക് എത്തിച്ചതിലും ലീഗിനെ വരെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് തന്നെയാണ് വലിയ പങ്ക്. ഇപ്പോൾ UDF ചില പദ്ധതികളൊക്കെ ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്ന് ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ പിന്തുണ. അല്ലാതെ വെറുതെ ഒന്നും ആരും പിന്തുണ കൊടുക്കില്ലല്ലോ. ഞങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വോട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിവാക്കി വിടാം. പക്ഷെ ഇതൊന്നുമല്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് ഇതൊരു അക്ഷരം മിണ്ടാൻ UDF നേതാക്കൾ ആരും തയ്യാറാകുന്നില്ല. നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ജമാഅത്ത് ഇസ്ലാമി CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആര് വിമർശിച്ചാലും, വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചാലും അവർ ഓപ്പൺ ആയിട്ട് തന്നെ ഒന്നുകിൽ ഡിഫെൻഡ് ചെയ്യും അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഇതാണിപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വ്യക്തമായ ഒരു കാരണമുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സണ്ണിയം കബിക്കാട് എന്ന് പറയുന്ന ദളിത് ചിന്തകൻ, സോ കോൾഡ് ദളിത് ചിന്തകൻ, ഒരു ജമാഅത്ത് ഇസ്ലാമി സഹയാത്രികനാണ്. അദ്ദേഹം ആരുടെ ഒരു ബലത്തിലാണ് ഈ ലെവലിൽ എത്തിയെന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം എവിടെയാണ് കൂടുതലായിട്ട് ലേഖനങ്ങൾ എഴുതുന്നതും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ ആരാണ് സ്പോൺസർ ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്തായാലും സണ്ണിയം കബിക്കാടിനെ വൈക്കത്ത്, കോട്ടയം ജില്ലയിലെ വൈക്കത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനാണ് UDFൻ്റെ നീക്കം. ആ രീതിയിലുള്ള ആലോചനകളൊക്കെ അവസാന ഘട്ടത്തിലാണെന്ന് അറിയാൻ സാധിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും നമുക്കറിയില്ല ഇത് ആരുടെ സ്ഥാനാർത്ഥിയാണെന്നുള്ളത്. കാരണം ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിച്ച് നിയമസഭയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പദ്ധതി. അതിനാണ് UDFുമായി ചേർന്നിരിക്കുന്നത്. നേരിട്ട് അവർക്കൊരു സ്ഥാനാർത്ഥിയെ, ഇപ്പോൾ ഒരു വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥിയെ നേരിട്ട് അവർക്ക് നിയമസഭയിൽ എത്തിക്കാൻ നിലവിൽ സാധിക്കില്ല. ഭാവിയിൽ ചിലപ്പോൾ അതൊക്കെ സംഭവിച്ചേക്കാം. കാരണം UDF ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ UDFൻ്റെ ഒരു സഖ്യകക്ഷിയായിട്ട് വെൽഫെയർ പാർട്ടി മാറിയേക്കാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇത്തരം സ്വതന്ത്രരെ നിർത്തി നിയമസഭയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സണ്ണിയം കബിക്കാട് ആരുടെ നോമിനിയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു വൈഡ് പ്ലോട്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ജനങ്ങളെ എപ്പോഴും ഇങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയക്ക് ഇത്രയും ഒരു സ്വാധീനമുള്ള കാലഘട്ടമാണ്. അപ്പോൾ എന്തായാലും തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കാം.